significance of peasant revolts. നോക്കാം. The aggressive economic policies of the British shattered the traditional agrarian system of India and worsened the conditions of the peasants. അപ്പോൾ എന്താ ചെയ്തത്? ബ്രിട്ടീഷേഴ്സിന്റെ എക്കണോമിക് പോളിസീസ് എന്ത് ചെയ്തു? ഇന്ത്യയുടെ എക്കോണമിയെ മൊത്തത്തിൽ തകർത്തു. അതുപോലെ തന്നെ ഇന്ത്യയുടെ കൃഷി രീതിയെയും ഒക്കെ എന്ത് ചെയ്തു? ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളുടെ അഗ്രേറിയൻ സിസ്റ്റത്തിനെയൊക്കെ തന്നെ എന്ത് ചെയ്തു? ഇത് വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി. The peasant revolts taking place in various parts of the country were mainly directed at these policies. So എന്താ സംഭവിച്ചത്? ഈ ഒരു രാജ്യത്തിന്റെ പല ഭാഗത്ത് നടക്കുന്ന പെസന്റ് റിവോൾട്ട്സ് എന്ത് ചെയ്തു? ഡയറക്ട്ലി പോളിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ വളരെയധികം ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അതായത് ബ്രിട്ടീഷേഴ്സിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. പക്ഷേ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ആർക്കായിരുന്നു? പെസൻസിനായിരുന്നു. അപ്പോൾ അവരുടെ ബ്രിട്ടീഷേഴ്സിന്റെ പോളിസീസ് കാരണം. നെക്സ്റ്റ്, through these revolts, they were not aimed at the uprooting of the British rule in India. They created awareness among the Indians. So അന്നത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷേഴ്സ് ഇവിടെ ഭരിക്കുകയാണ്, അപ്പോൾ ഇവരുടെ ഭരണത്തിനെതിരെ നമ്മൾ പോരാടണം, അത്തരം ചിന്തകളൊന്നും ഇവർക്കില്ല. ഇവർക്ക് എന്തായിരുന്നു? ഇവരുടെ അപ്പോഴത്തെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ ബ്രിട്ടീഷ് കൈകടത്താൻ തുടങ്ങി. സോ അതിനെതിരായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, അറ്റ്ലീസ്റ്റ് ഇവർ ഇങ്ങനെയൊക്കെ റിവോൾട്ട് ചെയ്യാൻ തുടങ്ങിയപ്പം ഇന്ത്യൻസിൻ്റെ ഇടയിൽ ഓക്കെ നമ്മളുടെ സ്വന്തം രാജ്യം എന്നുള്ളൊരു ചിന്ത വരാനായിട്ട് കാരണമായിട്ട് മാറി. They now felt a need to organize and fight against the exploitation and oppression. അപ്പോൾ ഇപ്പം അവർക്ക് എന്തെന്ന് തോന്നുന്നുണ്ട്? ഓക്കെ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ പറഞ്ഞ ഓപ്പറേഷനെതിരായിട്ട്, നമ്മളെ ബ്രിട്ടീഷേഴ്സ് നമ്മൾ എങ്ങനെ തരം താഴ്ത്തി നിൽക്കുന്നതിനെതിരായിട്ട്, നമ്മളെ ഭരിക്കുന്നതിനെതിരായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നുള്ളൊരു ചിന്ത വരാൻ തുടങ്ങി. ഇൻ ഷോർട്ട്, these rebellions prepared the ground of various other uprisings such as Sikh wars in Punjab and finally the revolt of 1857. സോ നോക്കി, ഈ ചെറിയ ചെറിയ റിബലിയൻസ് ഒക്കെ അവസാനം എന്തിന് കാരണമായെന്നാണ് പറയുന്നത്? സിഖ് വാർ, പഞ്ചാബിലെ സിഖ് വാറിന് കാരണമായി. അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഫൈനലി റിവോൾട്ട് ഓഫ് 1857, 1857 വിപ്ലവത്തിനും കാരണമായിട്ട് മാറി. Tribal revolts. നോക്കാം. Another group of people who revolted against the British rules were the tribals. So അടുത്ത ട്രൈബൽസ് ആയിരുന്നു ബ്രിട്ടീഷേഴ്സിനെതിരായിട്ട് റിവോൾട്ട് ചെയ്ത മറ്റൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. The tribal group were an important and integral part of the Indian life. So ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജീവിതശൈലിയിൽ ട്രൈബൽസിനും ഒരു സ്ഥാനം പണ്ട് മുതലേ ഉണ്ടായിരുന്നു, അതായത് ആദിവാസികൾക്ക്. ബിഫോർ ദെയർ അനക്സേഷൻ ആൻഡ് ദ സബ്സിക്വന്റ് ഇൻകോർപ്പറേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ടെറിട്ടറീസ് ദേ ഹാഡ് ദെയർ ഓൺ സോഷ്യൽ ആൻഡ് എക്കണോമിക് സിസ്റ്റം. സോ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിൽ അവരുടെ കൈ കടത്തുന്നതിന് മുൻപായിട്ട് ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു സോഷ്യൽ എക്കണോമിക് സിസ്റ്റം ഉണ്ടായിരുന്നു. ദിസ് സിസ്റ്റം വെയർ ട്രഡീഷണൽ ഇൻ നേച്ചർ ആൻഡ് സാറ്റിസ്ഫൈഡ്സ് ദ നീഡ്സ് ഓഫ് ദ ട്രൈബൽ. ഈ സിസ്റ്റം, നമ്മുടെ ഇന്ത്യയുടെ പരമ്പരാഗതപരമായിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ട്രൈബൽസിൻ്റെ, ആദിവാസികളുടെ ആവശ്യം അംഗീകരിക്കപ്പെടുന്നതും അതുപോലെ തന്നെ എന്താണ്, രാജ്യത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിലനിന്ന് പോകുന്ന രീതിയിലുള്ളതായിരുന്നു. അതായത് നമ്മൾ സ്വയം സംതൃപ്തരായിരുന്നു. Okay, each community was headed by the chief who managed the affairs of that community. ഓരോ കമ്മ്യൂണിറ്റിക്കും അവരവരുടേതായിട്ടുള്ള ഒരു ചീഫ് ഉണ്ടാവും. ആ ചീഫാണ് ആ കമ്മ്യൂണിറ്റിയുടെ മൊത്തം കാര്യങ്ങളും നോക്കിയിരുന്നത്. ദേ ഓൾസോ എൻജോയ്ഡ് ഇൻഡിപെൻഡൻസ് റിഗാർഡിംഗ് ദ മാനേജ്മെന്റ് ഓഫ് ദെയർ അഫയേഴ്സ്. അവരെന്ത് ചെയ്തു? അവരുടെ അഫയേഴ്സിന് അക്കോർഡിംഗ് ആയിട്ട് അവരുടെ ഇൻഡിപെൻഡൻസും അവർ എൻജോയ് ചെയ്തിരുന്നു. The lands and the forests were their main source of livelihood. So ട്രൈബൽസിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരുടെ ഭൂമി, അവരുടെ കാട്. ഇത് രണ്ടും തന്നെയാണ് അവരുടെ ജീവിത മാർഗത്തിനുള്ള മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. The forest provided them with basic items which were required for their survival. So അവർക്ക് ആവശ്യമുള്ള വസ്ത്രമായാലും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണമായാലും താമസ സൗകര്യമാണെങ്കിലും എല്ലാം തന്നെ എന്താ അവർക്ക് കാടിൽ നിന്നും ലഭിക്കുമായിരുന്നു. The tribal communities remains isolated from the non-tribals. ട്രൈബൽസ് കമ്മ്യൂണിറ്റി എന്ത് ചെയ്തു? അവർ മറ്റ് ആൾക്കാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർ ഒറ്റപ്പെട്ട് അവരവരുടേതായിട്ടൊരു ജീവിതശൈലി നയിച്ചു പോകുന്നവരാണ്. The British policies proved harmful for the tribal society. പക്ഷെ എന്താണ്, ബ്രിട്ടീഷ് പോളിസീസ് ഒക്കെ തന്നെ ഈ പറഞ്ഞ ആദിവാസി വർഗത്തിന് വളരെയധികം ബുദ്ധിമുട്ടുള്ളതായി മാറി. This destroyed their relatively self-sufficient economy and communities. ഇത് എന്ത് ചെയ്തു? അവരുടെ സ്വയം പര്യാപ്തമായിട്ടുള്ള അവരുടെ സൊസൈറ്റിയും അവരുടെ കമ്മ്യൂണിറ്റിയെയും വളരെയധികം ബുദ്ധിമുട്ടിലാക്കി. The tribal groups of different regions revolts against the Britishers. ട്രൈബൽസ് എന്ത് ചെയ്തു? ബ്രിട്ടീഷേഴ്സിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. Their movements were anti-colonial in nature because they were directed against the colonial administration. ഇവരുടെ മൂവ്മെന്റ് ഒക്കെ തന്നെ എന്തായിരുന്നു?
ആൻറ്റി കൊളോണിയൽ ആയിരുന്നു. കാരണം ഈ പറഞ്ഞ ട്രൈബേഴ്സ് ഒക്കെ തന്നെ എന്താ ബ്രിട്ടീഷേഴ്സിൻ്റെ റൂളിനെതിരെ, അവരുടെ ഈ കൊളോണിയലിസത്തിനെതിരെ തന്നെ എതിരായിട്ടാണ് റിവോൾട്ട് ചെയ്യാൻ തുടങ്ങിയത്. The tribal used traditional weapons, mainly bow and arrows, and often turned violent. So tribals എന്ത് ചെയ്തു, അവരവരുടെ ട്രഡീഷണൽ വെപ്പൺസ് ആയിട്ടുള്ള അമ്പും വില്ലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ബ്രിട്ടീഷേഴ്സിനെതിരെ യുദ്ധം ചെയ്തത്. The Britishers dealt severely with them. ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു, ഇവരുമായിട്ട് വളരെയധികം നല്ല രീതിയിൽ തന്നെ യുദ്ധം ചെയ്തു. They were declared criminals and anti-socials. ബ്രിട്ടീഷേഴ്സ് ഇവരെ എന്ത് ചെയ്തു, ക്രിമിനൽസ് എന്നും ആൻറ്റി സോഷ്യൽസ്, സാമൂഹ്യ വിരുദ്ധരെന്നും എന്ത് ചെയ്തു, മുദ്രകുത്തി. Their property was confiscated. ഇവരുടെ സ്വത്തുക്കളെല്ലാം തന്നെ, ഇവരുടെ സ്ഥലവും സ്വത്തുക്കളും ഒക്കെ പിടിച്ചെടുക്കും. They were imprisoned and many of them were hanged. ഒരുപാട് പേരെ ജയിലിലടിച്ചു, പലരെയും തൂക്കിക്കൊന്നു. The tribal movement in India remained confined to some religions only. So ട്രൈബൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയ കുറച്ച് വിഭാഗം ആൾക്കാർക്കിടയിൽ മാത്രം ഒതുങ്ങിപ്പോയി. But it did not lag behind another social group as regard participation in the anti-colonial movements. പക്ഷെ എന്താണ്, അധികം ലാഗ് ആയില്ല. കാരണം മറ്റുള്ള കമ്മ്യൂണിറ്റീസ് എന്താ ആൻറ്റി സോഷ്യൽ അല്ലെങ്കിൽ ആൻറ്റി കൊളോണിയൽ മൂവ്മെന്റ്സ് കൊണ്ടുവരാൻ തുടങ്ങി. We shall now read about the major tribal revolts that would take place after the British rule. Against the British rule. So ഇനി നമുക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ട്രൈബൽ റിവോൾട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ബ്രിട്ടീഷ് റൂളേഴ്സിനെതിരായിട്ട്. The Santhal Rebellion 1855 to 1857. സോ നോക്കാം, 2 വർഷക്കാലം നീണ്ടു നിന്ന സന്താൽ റെബലിയൻ എന്താണെന്ന്. The area of concentration of the Santals was called Daman Aiko or Santal Pargana. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വന്നിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ നാക്കിൽ വരുന്നത്. ഓക്കെ, സോ ദ ഏരിയ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സന്താൽസ് വെർ കാൾഡ് ദമാൻ ഇക്കോ ഓർ സന്താൽ പർഗാന. ഓക്കെ, നമുക്ക് സന്താൽ റെബലിയൻ നോക്കിയാൽ 1855 മുതൽ 1857 വരെ നിലനിന്നിരുന്ന ഒരു റെബലിയനായിരുന്നു സന്താൽ റെബലിയൻ. ഓക്കെ, ദ ഏരിയ ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സന്താൽസ് വെർ കാൾഡ് ദമാൻ ഐക്കോ ഓർ സന്താൽ പർഗാന. ഓക്കെ, നോക്കി, സന്താൽ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സ്ഥലമാണ് എന്തിനെ പറയുന്നതാണ് ദമാൻ ഇക്കോ അല്ലെങ്കിൽ സന്താൽ പർഗാന എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡഡ് ഫ്രം ഭഗൽപൂർ ഇൻ ബീഹാർ ഇൻ ദ നോർത്ത് ടു ഒറീസ ഇൻ ദ സൗത്ത്, സ്ട്രെച്ചിങ് ഫ്രം ഹസറിബാഗ് ടു ദി ബോർഡേഴ്സ് ഓഫ് ബംഗാൾ. സോ ഇതൊക്കെ അന്നത്തെ സ്ഥലങ്ങളാണ് കേട്ടോ. ഇപ്പം ഇന്നത്തെ ഒറീസ മുതൽ ഇന്നത്തെ ബംഗാൾ വരെ, അതായത് ബീഹാറിലെ ബഗൽപൂർ മുതൽ ഒറീസ വരെ, അതിനുശേഷം എന്താ ഒറീസയിൽ നിന്നും ബംഗാൾ ബോർഡർ വരെ സ്ട്രെച്ച് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ദമാൻ ഐക്കോ അല്ലെങ്കിൽ സന്താൽ പർഗാന എന്ന് പറയുന്നത്. The Santals were like other tribes worked hard to maintain their lives in the forest and the wild jungles. So Santals എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ള ട്രൈബ്സിനെ പോലെ തന്നെ അവരുടെ ജീവിതം നല്ലതാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് കാട്ടിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. They cultivated their lands and lived a peaceful life which continued till British officials bought with them traders, moneylenders, zamindars and merchants. So അവരുടെ സ്ഥലത്ത് കൃഷി ചെയ്ത് സമാധാനമായിട്ട് ജീവിച്ചു പോവുകയായിരുന്നു എന്ന് വരെ ബ്രിട്ടീഷേഴ്സ് ഈ പറഞ്ഞ ലാൻഡ് ലോർഡ്സിനെയും മണി ലെൻഡേഴ്സിനെയും ഒക്കെ കൊണ്ട് അവിടെ വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വരെ. They were made to buy goods on credit and forced to pay back with a heavy interest during the harvest time. So ഇവരെ എന്ത് ചെയ്തു, ക്രെഡിറ്റിൽ, അതായത് പലിശയ്ക്ക് പൈസ മേടിച്ച് ഇവരെ ഫുഡും ഗുഡ്സും ഒക്കെ മേടിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്തു, തിരിച്ച് വളരെയധികം പലിശയോട് കൂടി തിരിച്ച് ഹാർവസ്റ്റിൻ്റെ സമയത്ത്, വിളവെടുക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാനായിട്ട് ഫോഴ്സ് ചെയ്തു. ആസ് റിസൾട്ട് ദേ വെയർ സംടൈംസ് ഫോഴ്സ്ഡ് ടു ഗിവ് മഹാജൻസ് നോട്ട് ഓൺലി ദെയർ ക്രോപ്സ് ബട്ട് ഓൾസോ പ്ലോ, ബുള്ളോക്സ് ആൻഡ് ഫൈനലി ദെയർ ലാൻഡ്. സോ ഇത് പലിശ കൂടി തിരിച്ചു കൊടുക്കാനാവാതാകുമ്പോൾ എന്ത് ചെയ്യും, ഇവർ ഈ മഹാജൻസ്, അതായത് പലിശക്കാർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചില സമയത്ത് അവരുടെ കലപ്പ, അവരുടെ കാളകൾ, അവരുടെ കൃഷി ആയുധങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ അവർ ഈ പറഞ്ഞ അവരുടെ പണി ആയുധങ്ങൾ, അവരുടെ കാളകൾ, അവരുടെ കൃഷിസ്ഥലങ്ങൾ വരെ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വെരി സൂൺ ദേ ബിക്കം ബോണ്ടഡ് ലേബേഴ്സ് ഓർ കുഡ് സെർവ് ഓൺലി വിത്ത് ദെയർ ക്രെഡിറ്റേഴ്സ്. പെട്ടെന്ന് തന്നെ എന്താ ഇവരെ ബോണ്ടഡ് ലേബേഴ്സ് ആക്കി മാറ്റും. അതായത് എന്താ, ഓക്കെ നീ കാശ് തരാനുണ്ട്, അതുകൊണ്ട് എന്താ ഇത്ര കാലഘട്ടത്തേക്ക് നീ എനിക്ക് വേണ്ടി കൃഷി ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പണിയെടുക്കണം എന്നുള്ള രീതിക്ക് ഇവരെ ബോണ്ടഡ് ലേബേഴ്സ് ആക്കി മാറ്റുന്നുണ്ട്.
The peaceful tribal communities were now up in arms against the British officials, zamindars and the money lenders who exploited them. So വളരെ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ പറഞ്ഞ ട്രൈബൽ വിഭാഗം, ആദിവാസി വിഭാഗം എന്ത് ചെയ്തു? അവർ ബ്രിട്ടീഷേഴ്സിനെതിരെയും ജമീന്ദാർസിനെതിരെയും മണി ലെൻഡേഴ്സിനെതിരെയൊക്കെ റിവോൾട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. സിദ്ധു ആൻഡ് കാനു were the leading സന്താൽ ലെവൽ ലീഡേഴ്സ്. സോ സിദ്ധുവും കാനു ആയിരുന്നു സന്താൽ റെബലിയൻ്റെ ലീഡേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ട്രൈബ്സ് എന്ന് പറയുന്നത്. They gave a heroic figure to the British government. Unfortunately, the Santhal rebellion was crushed in an unequal battle, but it became a source of inspiration for the future agrarian struggles. So നോക്കിയേ, ബ്രിട്ടീഷേഴ്സിന് എന്തായിരുന്നു ഈ പറഞ്ഞ സിദ്ധുവും കാനും ഒക്കെ എന്താ വളരെയധികം ഹീറോയിറ്റിക് ആയിട്ടുള്ള ആൾക്കാർ. കാര്യം അവർ അമ്മാതിരി അത്ര രീതിയിൽ അവരെന്ത് ചെയ്തു, നല്ല രീതിയിൽ തന്നെ ബ്രിട്ടീഷേഴ്സിനെതിരായിട്ട് ഫൈറ്റ് ചെയ്ത വ്യക്തികളാണ്. അവസാനം എന്ത് ചെയ്തു, ഇവരെ വളരെ അൺഫെയർ ആയിട്ട്, അതായത് എന്തെങ്കിലും കുറുക്ക് വഴി ഉപയോഗിച്ചായിരിക്കണം ബ്രിട്ടീഷേഴ്സ് ഇവരെ തോൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെന്ത് ചെയ്തു, ഇതൊരു ഇൻസ്പിറേഷനായിട്ട് മാറി. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന അഗ്രികൾച്ചറൽ വിപ്ലവങ്ങൾക്കൊക്കെ ഇതൊരു ഇൻസ്പിറേഷനായിട്ട് മാറി, ഒരു പ്രചോദനമായിട്ട് മാറി. മുണ്ട റെബലിയൻ വേറൊരു ട്രൈബൽ റെബലിയൻ ആണ്. നമുക്ക് നോക്കാം. 1899 to 1900 വരെയാണ് ഉണ്ടായിരുന്നത്. One of the most important and the prominent rebellion which took place after 1857 was the Munda rebellion. So 1857 റെബലിയന് ശേഷം നടന്ന ഒരു പ്രധാനപ്പെട്ട റെബലിയൻ ആയിരുന്നു ഈ പറഞ്ഞ മുണ്ട റെബലിയൻ എന്ന് പറയുന്നത്. The Mundas traditionally enjoyed certain rights as the original cleared of the forest which was not given to the other tribes. So മുണ്ടാസിന് ചില പ്രത്യേക റൈറ്റ്സ് ഉണ്ടായിരുന്നു, കുറച്ച് പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ്? അവർ വെട്ടിപ്പഴിച്ചെടുക്കുന്ന ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തം, അവർ ക്ലിയർ ചെയ്തെടുക്കുന്ന ഫോറസ്റ്റ് അവരുടെ സ്വന്തം എന്നുള്ളൊരു അവകാശം ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ മറ്റുള്ള ട്രൈബേഴ്സിന് ഈ പറഞ്ഞ അവകാശം ഇല്ലായിരുന്നു. ബട്ട് ദിസ് ലാൻഡ് സിസ്റ്റം വാസ് ഗെറ്റിംഗ് ഡിസ്ട്രോയിഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ മെർച്ചൻസ് മണി ലെൻഡേഴ്സ് ലോങ് ബിഫോർ ദ കമ്മിങ് ഓഫ് ദ ബ്രിട്ടീഷ്. സോ ബ്രിട്ടീഷേഴ്സിന് വരുന്നതിന് മുൻപ് തന്നെ എന്താണ്, മർച്ചൻസും മണി ലെൻഡേഴ്സും ഒക്കെ ഈ പറഞ്ഞൊരു ലാൻഡ് സിസ്റ്റത്തിന് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു. But when the British actually came into these areas, they helped to destroy this system with a rapid pace when they introduced contractors and lenders. അപ്പോൾ എന്താണ്, ബ്രിട്ടീഷേഴ്സ് ശരിക്കും ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ എന്ത് ചെയ്ത്, അവർ ഈ ഒരു കോൺട്രാക്ടേഴ്സിൻ്റെ മണി ലെൻഡേഴ്സിനെ കൂടെ ചേർന്ന് ഈ ഒരു സിസ്റ്റത്തിനെ നശിപ്പിക്കാൻ വളരെയധികം സഹായിച്ചു. These contractors need people to work with their individual labor. So ഈ പറഞ്ഞ കോൺട്രാക്ടേഴ്സിൻ്റെ മെയിൻ ആവശ്യം എന്തായിരുന്നു, അവരുടെ ആവശ്യത്തിന് മാത്രം പണിയെടുക്കുന്ന ലേബേഴ്സിനെ കിട്ടുക എന്നുള്ളതായിരുന്നു, അല്ലേ? The dislocation of Mundas at the hands of British and their contractors gave birth to the Munda rebellion. So ഈ പറഞ്ഞ മുണ്ടാസിനെ എന്ത് ചെയ്തു, മുണ്ട ട്രൈബ്സിനെ എന്ത് ചെയ്തു, ഇവരുടെ ലേബറിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റുകയും അവരുടെ ലാൻഡ് റവന്യൂ പോളിസീസിൽ ഇൻ്റർഫിയർ ചെയ്യുക ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ബ്രിട്ടീഷേഴ്സിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ മുണ്ടാസ് റെബലിയൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. The most prominent leaders of this rebellion was Birsa Munda, who was more aware than the others as he was received some education from the missionaries. So ഇവരുടെ ലീഡറായിട്ട് ആരായിരുന്നുണ്ടായിരുന്നു, ബിർസ മുണ്ട എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് കുറച്ചധികം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു മറ്റുള്ളവരെ അപേക്ഷിച്ച്. കാര്യം എന്താണ്, അദ്ദേഹം മിഷണറീസിൽ നിന്നൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹി എൻകറേജ് ദ ടൈപ്പ് പീപ്പിൾ ടു കീപ് ദ ട്രഡീഷൻ ഓഫ് വർഷിപ്പിംഗ് ഓഫ് ദ സീക്രട്ട് ഗ്രൗസ് അലൈവ്. അവരെന്ത് ചെയ്തു, നമ്മുടെ ഈ കാവുകളെ വർഷിപ്പ് ചെയ്യാനായിട്ട് ഈ മുണ്ടാസിനെ പ്രോത്സാഹിപ്പിച്ചു. ദിസ് മൂവ് വാസ് വെരി പ്രോമിനൻറ്റ് ടു പ്രിവെൻറ്റ് ദ ബ്രിട്ടീഷേഴ്സ് ഫ്രം ടേക്കിംഗ് ഓവർ ദ വേസ്റ്റ് ലാൻഡ്. സോ ഇതെന്ത് ചെയ്തു, ഈ ബ്രിട്ടീഷേഴ്സിനെ വേസ്റ്റ് ലാൻഡ് ഏറ്റെടുക്കുന്നതിൽ നിന്നും തടഞ്ഞു. അതായത് ഇവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ വേസ്റ്റ് ലാൻഡുകളെയൊക്കെ തന്നെ കാവുകളായിട്ട് ആരാധിക്കാൻ തുടങ്ങി. ഫോർ ദിസ് ബിർസ മുണ്ട ഫൗണ്ട് അഗെയിൻസ്റ്റ് ദ മണി ലെൻഡേഴ്സ്, മഹാജൻസ് ആൻഡ് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ്. ഇതിന് വേണ്ടിയിട്ട് ബിർസ മുണ്ട എന്ത് ചെയ്തു, പലിശക്കാർക്കെതിരെ, അതായത് മഹാജൻസിനെതിരെയും ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെതിരെയൊക്കെ യുദ്ധം ചെയ്തു. He attacked police stations, churches and missionaries. അദ്ദേഹം എന്ത് ചെയ്തു, പോലീസ് സ്റ്റേഷൻ, ചർച്ച്, അതുപോലെ മിഷണറീസ് ഒക്കെ തന്നെ അറ്റാക്ക് ചെയ്തു. Unfortunately, the rebels were defeated and the Munda died in prison soon after in 1900. So എന്ത് ചെയ്തു, വളരെ നിർഭാഗ്യകരമായിട്ട് എന്താ സംഭവിച്ചത്, റിബൽസിനെയൊക്കെ ഈ പറഞ്ഞ ബ്രിട്ടീഷേഴ്സ് തോൽപ്പിച്ചു. മുണ്ട എന്ത് ചെയ്തു, ബിർസ മുണ്ട ജയിലിൽ 1990 അന്തരിച്ചു. ബട്ട് ഹിസ് സാക്രിഫൈസ് ഡിഡ്ന്റ് ഗോൺ വെയിൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ത്യാഗം എന്താണ്, വെറുതെ ആയില്ല. ദ ചോട്ട
Chota Nagpur Tenancy Act of 1908 provided some land ownership right to the people and banned bonded labor of the tribal. അപ്പോൾ എന്താ ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു റെവലിയൻ കാരണം എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്? The Chota Nagpur Tenancy Act of 1908 1908 സംഭവിച്ചിട്ടുള്ള ചോട്ടാ നാഗ്പൂർ ടെനൻസി ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഈ പറഞ്ഞ ട്രൈബൽസിന് ലാൻഡ് ഓണർഷിപ്പ് കൊടുക്കുന്നത് പോലെയും അതുപോലെ തന്നെ എന്താണ് ഈ ബോണ്ടഡ് ലേബർ എഗ്രിമെൻറ്റ് നിർത്തലാക്കുകയും ചെയ്തു. ബിർസ മുണ്ട became the architect of Munda rebellion and somebody who is resembled even seen today. അപ്പോൾ എന്താണ് പറയുന്നത്? ബിർസ മുണ്ടയെ മുണ്ട റെബലിയൻ്റെ ആർക്കിടെക്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ബിർസ മുണ്ട. Indentured എന്താണെന്ന് നോക്കാലോ. An indentured labor was one who had to work for others on a contractual basis for a fixed period of time. അതായത് ഒരു പീരീഡ് ടൈമിലത്തേക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. The person had to work in a foreign new place and in return would be given payment for travel, accommodation and food. അവർക്ക് അവരുടെ സ്ഥലത്തായിരിക്കില്ല, വേറൊരു സ്ഥലത്ത് താമസിച്ച് ജോലി ചെയ്യേണ്ടി വരും. പക്ഷെ അവർക്ക് എന്താ ഭക്ഷണത്തിനും താമസത്തിനും ട്രാവൽ ചെയ്യാനും കാശ് കൊടുക്കും. ഇതാണ് ഇൻഡെൻറ്റഡ് ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, INDENTURED, indentured. Next, Janita and Garo rebellion. നോക്കാം, 1860s മുതൽ 1870s വരെ സംഭവിച്ചിട്ടുള്ള ഒരു റെബലിയൻ ആണ് ജെൻറ്റിയ ആൻഡ് ഗാരോ റെബലിയൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ ഫസ്റ്റ് ആംഗ്ലോ-ബർമീസ് വാർ, the British planned the construction of a road connecting the Brahmaputra Valley, which means the present-day Assam, and Sylhet, present-day Bengal, and Gentias and the Garos in the northeastern part of India, present-day Meghalaya. Okay, opposed the construction of the road, which was strategically important to the British for the movement of troops. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ആംഗ്ലോ-ബർമീസ് വാറിന് ശേഷം ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്തു? ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി. എന്തിനെയൊക്കെ കണക്ട് ചെയ്യുന്ന റോഡാണ്? ബ്രഹ്മപുത്ര വാലി, അതായത് ഇന്നത്തെ ആസാമും ബംഗ്ലാദേശ്, അന്നത്തെ ഷൈൽഹെറ്റ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ബ്രഹ്മപുത്ര വാലിയും ഷൈൽഹെറ്റും കണക്ട് ചെയ്യുന്നതും പിന്നെ എന്താണ് ജൈനിതാസ് ആൻഡ് ഗാരോസ് ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ, അതായത് ഇന്നത്തെ മേഘാലയ, ഈ പോർഷൻസിനെ കണക്ട് ചെയ്യുന്ന രീതിക്ക് ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഈ പറഞ്ഞ റോഡ് കൺസ്ട്രക്ഷൻ എന്തായിരുന്നു? ബ്രിട്ടീഷേഴ്സിന് അവരുടെ ട്രൂപ്സ്, അവരുടെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് കൺസ്ട്രക്ഷൻ ആയിരുന്നു. 1827 എന്ത് ചെയ്തു? ജെയിൻറ്റിയാസ് എന്ത് ചെയ്തു? അവർ ഈ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. ജെയിൻറ്റിയാസ് ട്രൈ ടു സ്റ്റോപ്പ് ദ വർക്ക് ആൻഡ് സൂൺ അൺറെസ്റ്റ് സ്പ്രെഡ് ഇൻ ദ നെയ്ബറിംഗ് ഗാരോ ഹിൽസ്. അപ്പോൾ ഈ ജെയിൻറ്റിയാസ് എന്ത് ചെയ്തു? ഈ ഒരു കൺസ്ട്രക്ഷനെ സ്റ്റോപ്പ് ചെയ്തപ്പം ഈ ഒരു വിപ്ലവത്തിൻ്റെ ബാക്കിയായിട്ട്, ഈ ഒരു കലാപത്തിൻ്റെ ബാക്കിയായിട്ട് എന്ത് ചെയ്തു? ഗാരോ വില്ലേജിലുള്ള ആൾക്കാരെയും അഫക്റ്റ് ചെയ്തു, അവരും ഇൻഫ്ലുവൻസ് ആയി. ദ ഹോസ്റ്റലേഴ്സ് ഇൻക്രീസ്ഡ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഹൗസ് ടാക്സ് ആൻഡ് ഇൻകം ടാക്സ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1860s. ഓക്കെ, 1860 ബ്രിട്ടീഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹൗസ് ടാക്സും ഇൻകം ടാക്സും വഴി ആൾറെഡി ആൾക്കാർ അത്യാവശ്യം ബുദ്ധിമുട്ടിലാണ്. ദ ജൈനിതാസ് ലീഡേഴ്സ് Yu Kiang Norbang and was captured and publicly hanged, and the Garo leader Pa Thogan Sangma was defeated by the British. So ഇവരുടെ അറിയാമല്ലോ, നമ്മുടെ ആസാം ആ ഒരു ഭാഗം, അതായത് ഹിമാലയൻ റേഞ്ചസിൻ്റെ ഭാഗത്ത് താമസിക്കുന്നവരുടെ പേരുകൾ ഏകദേശം ഒരു ചൈനീസ് നേപ്പാൾ പേരുകളുമായിട്ട് സാമ്യമുള്ളതാണ്. സോ ജൈനിതാസ് ലീഡേഴ്സ് എന്ന് പറയുന്ന ആരാണ്? യു കിയാങ് നോഗ്ബാഗ്. ഓക്കെ, അവരെയും പബ്ലിക്കായിട്ട് തൂക്കിലേറ്റി. പിന്നെ ഗാരോ ലീഡറായിട്ടുള്ള പാ തൊഗാൻ സംഗ്മ, ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ബ്രിട്ടീഷേഴ്സ് തോൽപ്പിച്ചു. ഇതാണ് യു കിയാങ് നോഗ്ബാഗ് മെമ്മോറിയൽ. നെക്സ്റ്റ്, ദ അപ്രൈസിംഗ് ഓഫ് ദി ബിൽസ്. നോക്കാം, ബിൽസ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് കേട്ടോ. 1818 മുതൽ 1831 വരെ. ദ ബിൽസ് വെയർ ലാർജ്ലി കോൺസെൻട്രേറ്റഡ് ഇൻ ഖാൻഡേഷ്, പ്രസന്റ് ഡേ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. ഖാൻഡേഷ് came under the British occupation in 1818. The bills considered them as outsiders on the insigniation of the Trimbakji
rebel minister of Baji Rao II, they revolted against the Britishers. നോക്കാം എന്താണ് ഇവിടെ പറയുന്നത്. ബിൽസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഖാന്ദേശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചിരുന്ന ആൾക്കാരാണ്. ഖാന്ദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഗുജറാത്ത് റീജിയൻ. ഖാന്ദേശ് എന്തിൻ്റെ അണ്ടറിലായിരുന്നു? 1818 ബ്രിട്ടീഷിൻ്റെ അണ്ടറിലായിരുന്നു. ബിൽസ് എന്ത് ചെയ്ത് ഇവരെ ഒരിക്കലും സ്വന്തം ആൾക്കാരായിട്ട് കൺസിഡർ ചെയ്തില്ല. ഓക്കെ, ബ്രിട്ടീഷേഴ്സിനെ ഔട്ട്സൈഡേഴ്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ത്രിംബക്ജി എന്ന് പറഞ്ഞ ആളുടെ on the instigation of Trimbakji, rebel minister of Baji Rao II, they revolted against the Britishers. So ഈ ത്രിംബക്ജി അതുപോലെ തന്നെ എന്താണ് അവരുടെ റെബൽ മിനിസ്റ്റർ ആയിട്ടുള്ള ബാജി റാവു II ഇവരുടെ നേതൃത്വത്തിൽ ഇവർ ബ്രിട്ടീഷേഴ്സിനെതിരായിട്ട് റിവോൾട്ട് ചെയ്തു. നെക്സ്റ്റ് കോൾ അപ്രൈസിംഗ് നോക്കാം. 1831 മുതൽ 1832 വരെ നീണ്ടുനിന്ന ഒരു വിപ്ലവ കലാപമായിരുന്നു. നോക്കാം. The calls of Sikbam in the Chota Nagpur area enjoyed autonomy under the chiefs, but the entry of Britishers threatened their independence. Okay, calls സിംഗ്ബം എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ചോട്ടാ നാഗ്പൂരിലെ സിംഗ്ബം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കോൾസ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ താമസിച്ചിരുന്നത്. അവരുടെ ചീഫിന് അണ്ടറിൽ ഒക്കെ ഒരു ഓട്ടോണമി തന്നെയായിരുന്നു. അതായത് അവരുടെ ചീഫ് അവരെ ഭരിക്കുന്നു. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എന്ത് ചെയ്തു? ബ്രിട്ടീഷേഴ്സ് ഇവരുടെ സ്വാതന്ത്ര്യത്തിനെ ത്രെട്ടൺ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ബ്രിട്ടീഷേഴ്സ് വന്നിട്ട് എന്താ ഇവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി. ലേറ്റർ ദ ട്രാൻസ്ഫർ ഓഫ് ട്രൈബൽ ലാൻഡ് ആൻഡ് ദ കമ്മിങ് ഓഫ് ദ മണി ലെൻഡേഴ്സ് മെർച്ചൻസ് ആൻഡ് ബ്രിട്ടീഷ് ഡോസ് ക്രിയേറ്റഡ് ലോട്ട് ഓഫ് ടെൻഷൻ. പിന്നീട് എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷേഴ്സ് വന്നു, അവർ ട്രൈബൽ ലാൻഡ്സിൽ കൈകടത്തി. അതുപോലെ തന്നെ എന്താണ് മണി ലെൻഡേഴ്സ്, മെർച്ചൻസ് ഇവരുടെയൊക്കെ ഒരു കൈകടത്തൽ എന്ത് ചെയ്തു? ഇവർക്കിടയിൽ ടെൻഷൻ ഉണ്ടാക്കാൻ തുടങ്ങി. ദിസ് പ്രോംപ്റ്റഡ് ദ കോൾ ട്രൈബ് ടു ഓർഗനൈസ് ദംസെൽവ്സ് ആൻഡ് ദ റെബൽ. ഇത് എന്തിന് കാരണമായി? കോൾ ട്രൈബ്സ് എല്ലാം കൂടെ ഒത്തുകൂടി അവർ ബ്രിട്ടീഷേഴ്സിനെതിരെ വിപ്ലവം ഉണ്ടാക്കാൻ കാരണമായി. ദ ഇമ്പാക്ട് വാസ് സച്ച് ദാറ്റ് ദ ബ്രിട്ടീഷ് ഹാഡ് ടു റഷ് ട്രൂപ്സ് ഫ്രം ഫാർ ഓഫ് പ്ലേസസ് ടു സപ്രസ്. ബ്രിട്ടീഷേഴ്സ് ഈ ഒരു കോൾ അപ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം എഫക്റ്റീവ് ആയിരുന്നത് കൊണ്ട് തന്നെ ബ്രിട്ടീഷ് എന്ത് ചെയ്തു? അവരുടെ ട്രൂപ്പ് അവിടെ നിന്ന് മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ട് പിന്നീട് പതുക്കെ എന്താ ഇവരെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒളിച്ചോടുക വരെ ചെയ്തു. മാത്രമല്ല അവരെന്ത് ചെയ്തു? മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ട്രൂപ്പ് ഓഫ് ആൾക്കാരെ കൊണ്ടുവന്നു ഇവരെ ഒന്ന് സപ്രസ് ചെയ്യാൻ. സോ അത്രമാത്രം പവർഫുൾ ആയിരുന്നു കോൾ അപ്രൈസിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള മാപ്പിള കലാപം, മാപ്പിള അപ്രൈസിംഗ്. In 1839 to 1854, the Mappilas were the Muslim cultivating tenants, landless laborers and the fishermen of the Malabar region. So Mappilas എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? മലബാർ റീജിയനിലുള്ള ഫിഷർമെൻ, മീൻ പിടിക്കാൻ പോകുന്നവർ, അല്ലെങ്കിൽ എന്താ ഭൂമിയില്ലാതെ കൃഷി ചെയ്യുന്ന കർഷകർ, അതുപോലെ തന്നെ എന്താണ് വളരെ പാവപ്പെട്ട പടിയാള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഈ മാപ്പിളാസ് എന്ന് പറയുന്നത്. ദ ബ്രിട്ടീഷ് occupation of the Mappila region and their new land laws along with the atrocities of the landlords, mainly Hindus, led Mappilas to revolt against them. It took many years for the British to crush the Mappilas. നോക്കി, അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ മുസ്ലിം വിഭാഗത്തിലുള്ളവർ വളരെയധികം സമ്പന്നരല്ലായിരുന്നു, അവർ ദാരിദ്ര്യത്തിലുള്ളവരായിരുന്നു. സോ അവർ പണിയെടുത്ത് കഷ്ടപ്പെടുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താ ഇവരവസാനം അവരുടെ ലാൻഡ് ലോഡ്സ് ആയിട്ടുള്ള ഹിന്ദു ലാൻഡ് ലോഡ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എതിരെ യുദ്ധം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇതെന്ത് ചെയ്തു? ഇത് ബ്രിട്ടീഷേഴ്സ് മാപ്പിളാസിനെ ക്രഷ് ചെയ്യുന്നതിന് വളരെയധികം വർഷങ്ങൾ എടുത്തു എന്നാണ് പറയുന്നത്. കാര്യം അത്രമാത്രം പവർഫുൾ ആയിരുന്നു മാപ്പിള അപ്രൈസിംഗ്. നമ്മുടെ കേരളത്തിലെ മലബാറിൽ സംഭവിച്ച കാര്യമാണിത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ്, അപ്രൈസിംഗ് ഓഫ് 1857 നോക്കാം. ഇത്രയും നേരം പറഞ്ഞ ആ ഒരു 1857 അപ്രൈസിംഗ് എന്തായിരുന്നെന്ന്, അതിൻ്റെ കോസസ് എന്തായിരുന്നു, എങ്ങനെയാണ് അതിനെ സപ്രസ് ചെയ്തത്, മാത്രമല്ല അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കോൺസിക്വൻസസ് എന്തൊക്കെയായിരുന്നു നോക്കാം. The revolt of 1857 started on 10th May when the company's Indian soldiers at Meerut rebelled. നോക്കി, മീററ്റിൽ കമ്പനിയുടെ സോൾജിയേഴ്സ് എന്ത് ചെയ്തു? റെബല് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, 1857 മെയ് 10 മീററ്റിൽ എന്ത് ചെയ്തു? നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലുള്ള ഇന്ത്യൻ സോൾജിയേഴ്സ് റെബല് ചെയ്യാൻ അവർ എതിർക്കാൻ തുടങ്ങി. It is called the Sepoy Mutiny by the British. It is now recognized as the first war of independence against the British rule. മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇതിനെ ശിപ്പായി ലഹള എന്നാണ് ബ്രിട്ടീഷേഴ്സ് പറയുന്നത്, സിപ്പോയി മ്യൂട്ടണി. ഓക്കെ, പക്ഷേ ഇതിനെ ഇപ്പം എന്തായിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഇന്ത്യയുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്
നമ്മളുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഇന്ത്യൻ സോൾജേഴ്സ് കിൽഡ് ദെയർ യൂറോപ്യൻ ഓഫീസേഴ്സ് ആൻഡ് മാർച്ച് ടുവേർഡ്സ് ഡൽഹി. ഇന്ത്യൻ സോൾജേഴ്സ് എന്ത് ചെയ്തു? അവരുടെ യൂറോപ്യൻ ആയിട്ടുള്ള ഓഫീസേഴ്സിനെയൊക്കെ കൊന്നിട്ട് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. ദേ entered the Red Fort and proclaimed the aged and the powerless Mughal emperor Bahadur Shah Zafar as the emperor of India. അവരെന്ത് ചെയ്തു? റെഡ് ഫോർട്ടിലേക്ക് മാർച്ച് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? അന്നത്തെ പവർലെസ് ആയിട്ടുള്ള വളരെയധികം ഏജ്ഡ് ആയ പവർലെസ് ആയിട്ടുള്ള അന്നത്തെ മുഗൾ എംപറർ ആയിട്ടുള്ള ബഹദൂർ ഷാ സഫറിനെ ഇന്ത്യയുടെ എംപററായിട്ട് അന്ന് അവർ പ്രഖ്യാപിച്ചു. This rebellion was major anti-colonial movement against the aggressive imperialist policies of the British. So ഈ ഒരു ലഹള എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ ആൻറ്റി കൊളോണിയൽ മൂവ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, In fact, this was an economic, political and social struggles against the British rule. ഇതൊരു കണക്കിന് എന്തായിരുന്നു? ഇന്ത്യയുടെ ഒരു എക്കണോമിക് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സോഷ്യൽ ആയിട്ടുള്ള സ്ട്രഗിളിനെതിരായിട്ട്, ബ്രിട്ടീഷ് റൂളിനെതിരായിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് നടന്ന ഒരു ലഹള തന്നെയായിരുന്നു ശരിക്കും ഈ സിപ്പോയി മ്യൂട്ടണി എന്ന് പറയുന്നത്. ദിസ് സിവിയർ ഔട്ട്ബേസ്റ്റ് ഓഫ് ആങ്കർ ആൻഡ് ഡിസ്കണ്ടന്റ് ഷുക്ക് ദ ഫൗണ്ടേഷൻ ഓഫ് ദ കൊളോണിയൽ റൂൾ ഇൻ ലാർജ് പാർട്സ് ഓഫ് ഇന്ത്യ. സോ ഈ ഒരു പെട്ടെന്ന് ഉണ്ടായ ദേഷ്യവും അതുമൂലമുണ്ടായ ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ത് ചെയ്തു? ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. We will now study the causes of the dissatisfaction among the Indian people which made them rebel against the British rule. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ ഒരു ഇന്ത്യൻ റൂളിനെതിരായിട്ട് ആൾക്കാർ ഇത്രയും ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് ഇങ്ങനെയൊരു റെബലിയൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണമായതെന്ന് നോക്കാം. സോ ഈ ചാപ്റ്ററിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ 1857 സിപ്പോയി മ്യൂട്ടണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോസസും പൊളിറ്റിക്കൽ കോസസും ഓരോ ടൈപ്പിൽ ഓഫ് കോസസ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലഹള കാരണം എന്തൊക്കെ സംഭവിച്ചു, മാറ്റങ്ങൾ സംഭവിച്ചു, ഇതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇനി പൊളിറ്റിക്കൽ കോസ് എന്താണെന്ന് നോക്കാം. The nature of colonial expansion through annexation become a major source of discontent among the Indian rulers. അപ്പോൾ നോക്കിയേ, നമ്മളുടെ ഇന്ത്യൻ റൂളേഴ്സിനെതിരെ ഇടയിൽ ഈ ഒരു കാര്യം എങ്ങനെയാണ് വന്നതെന്നാണ് ഫസ്റ്റ്. അതാണല്ലോ പൊളിറ്റിക്കൽ കോസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കൊളോണിയൽ എക്സ്പാൻഷൻ സംഭവിച്ചത് എന്താണ്? നമ്മളുടെ ഇന്ത്യൻ റൂളേഴ്സിൻ്റെ ഇടയിൽ വളരെയധികം ഒരു ഡിസ്കണ്ടന്റ്, അവർക്കിടയിൽ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുവരാൻ തുടങ്ങി. The Britishers wanted to acquire land and collected as much as wealth for England as they could. ബ്രിട്ടീഷേഴ്സിന് എന്തായിരുന്നു വേണ്ടത്? അവർക്ക് കിട്ടാവുന്നത്ര ഭൂമി പിടിച്ചെടുക്കുക, അതുപോലെ തന്നെ കിട്ടാവുന്നത്രയും സമ്പത്ത് പിടിച്ചെടുക്കുക ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട്. Their policy of annexation called the Doctrine of Lapse and Subsidiary Alliance led to a number of independent kingdoms being annexed to the British Empire. സോ നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് ഡോക്ട്രിൻ ഓഫ് ലാൻഡ്സും സബ്സിഡറി അലയൻസും ഒക്കെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്ന എന്താണ്? ഇന്ത്യയിലെ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ് പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. There were states that were enjoying British protection, but their rulers had died without leaving a natural heir to the throne. സോ ബ്രിട്ടീഷിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരുപാട് കൺട്രീസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്കൊന്നും മക്കൾ, അനന്തരാവകാശികൾ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ മരണശേഷം ഈ ഭൂമി അല്ലെങ്കിൽ ഈ ഒരു രാജ്യം ബ്രിട്ടീഷേഴ്സിന് പോയിരുന്നു. As a result, their adopted son could not now no longer legally inherit the property or receive the pension which was granted to them by the British. സോ ഈ ഒരു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന നിയമം കാരണം തന്നെ എന്താണ്? ഈ ലാൻഡ് ലോഡ്സും അല്ലെങ്കിൽ ഈ ഒരു കിങ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജോലിയിലുണ്ടായ മകനോ മകളോ ഇല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് അവരുടെ അഡോപ്റ്റഡ് ആയിട്ടുള്ള ദത്തെടുക്കപ്പെട്ട മക്കൾക്ക് ഒന്നും തന്നെ രാജ്യത്തിൻ്റെ മേൽ യാതൊരു അവകാശവും ഉണ്ടാവില്ല. അവർക്ക് ബ്രിട്ടീഷേഴ്സ് ഓഫർ ചെയ്ത പെൻഷനും കിട്ടില്ല. ഓക്കെ, in this way Lord Dalhousie annexed the Maratha states of Satara, Nagpur, Jhansi and several other minor kingdoms. So ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോർഡ് ഡൽഹൌസി എന്ത് ചെയ്തു? മറാത്ത സ്റ്റേറ്റ്സ് ഓഫ് സത്താര, നാഗ്പൂർ, ജാൻസി ഈ പറഞ്ഞ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളൊക്കെ പിടിച്ചെടുത്തു. On the death of Baji Rao II, the pension granted to him was abolished and claim of his adopted son Nana Sahib to receive his pension was denied to him. So ബാജിറാവു II മരിച്ചതിന് ശേഷം എന്താണ്? അദ്ദേഹത്തിൻ്റെ അഡോപ്റ്റഡ് സൺ ആയിട്ടുള്ള നാനാ സാഹേബിന് പെൻഷനും കൊടുത്തില്ല. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അവർ അബോളിഷ് ചെയ്തു, അവിടെ നിന്ന് പിടിച്ചുവിട്ടു. The interference by the East India Company was disliked by many Indian rulers. ഇത്തരത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇടപെടൽ ഒരുപാട് റൂളേഴ്സിനിടയിൽ
ഇഷ്ടക്കേട് ഉണ്ടാക്കി. Before the policy of doctrine of lapse, the Indian ruler had the right to adopt an heir to his throne even if he was childless, but now they had to take prior consent from the British. So ഈ ഒരു ബ്രിട്ടീഷ് പോളിസി, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പോളിസിക്ക് മുൻപേ ഈ റൂളേഴ്സിന് എന്തായിരുന്നു, അവർക്ക് സ്വന്തമായിട്ട് മക്കളില്ലെങ്കിൽ അവർക്കൊരു ഈ ഒരു കിരീടത്തിന് അല്ലെങ്കിൽ അവരുടെ സിംഹാസനത്തിനൊരു അവകാശിയെ അവർക്ക് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ദത്തെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താ, ബ്രിട്ടീഷിൻ്റെ മുൻകൂർ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. സോ ഇത് 1857 റിവോൾട്ട് നടന്ന മെയിൻ സ്ഥലങ്ങളാണ് കേട്ടോ. മീററ്റ്, ഡൽഹി, ബരേലി, ലക്നൗ, കാൺപൂർ, ഫൈസാബാദ്, ഝാൻസി. The policy of annexation affected not only the rulers but affected all those who were dependent upon their names, namely soldiers, craft peoples and even nobles. നോക്കി, അപ്പോൾ ഈ ഒരു പോളിസി അവരെ മാത്രമല്ല അഫക്റ്റ് ചെയ്തത്, മറ്റാരെയൊക്കെയാണ്, അവരെ ഡിപ്പെൻഡ് ചെയ്ത് താമസിച്ചിരുന്ന സോൾജിയേഴ്സ്, ക്രാഫ്റ്റ് പീപ്പിൾസ്, നോബിൾസ്, ഇവരെയൊക്കെ തന്നെ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ലോയിൽ കൊണ്ടുവരുന്ന ചേഞ്ചസ്, ദിസ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി വളരെയധികം അഫക്റ്റ് ചെയ്തിരുന്നു. Even the traditional scholarly and the priestly class lost the patronage which they were getting from these rulers. അപ്പോൾ നോക്കിയേ, ഈ രാജാക്കന്മാരിൽ നിന്നും കിട്ടിയിരുന്ന സ്കോളർലി പ്രീസ്റ്റിനും മറ്റുള്ളവർക്കൊക്കെ കിട്ടിയിരുന്ന എന്താണ്, അവർക്കായിട്ടുള്ള പെൻഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ തന്നെ എന്താ ബ്രിട്ടീഷേഴ്സ് എടുത്ത് കളഞ്ഞു. Thousands of zamindars, nobles and poligarchs lost control over their lands and its revenue. അപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് ജമീന്ദാർസിനും നോബിൾസിനും പോളിഗാർസിനും ഒക്കെ എന്ത് പറ്റി, അവർക്ക് അവരുടെ ഭൂമിയുടെ മേലുണ്ടായിരുന്ന അവകാശങ്ങളൊക്കെ എടുത്തു കളയപ്പെട്ടു. Annexation of Awadh on ground of misgovernment was also resented by the Nawab who was loyal to the British. So നോക്കിയേ, ഈ ഒരു annexation of Awadh എന്ന് പറഞ്ഞാൽ എന്താണ്, മിസ് ഗവൺമെന്റ് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിൽ എന്താ നവാബ്സിന്, ബ്രിട്ടീഷേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന നവാബ്സിന് എന്താണ്, അവർക്ക് ഈ പറഞ്ഞ ലാൻഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. No alternative jobs were provided for the people who lost their jobs when British took over Awadh. നോക്കി, ഈ അവാദ് ബ്രിട്ടീഷ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ്, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്ക് ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ളവർക്ക് എന്താണ്, ബ്രിട്ടീഷ് വേറെ ജോലികളൊന്നും തന്നെ കൊടുത്തിരുന്നില്ല. Even the peasants had to pay higher taxes and additional land revenue. പകരം എന്താ സംഭവിച്ചത്, പെസൻസിന് അഡീഷണൽ ആയിട്ട് ടാക്സ് അടയ്ക്കേണ്ടി വന്നു, ലാൻഡ് റവന്യൂസും അടയ്ക്കേണ്ടതായിട്ട് വന്നു. The continuous interference of the British in the basic way of living, traditional beliefs, values and norms were seen by the masses as a threat to their religion. സോ നോക്കി, ബ്രിട്ടീഷ് ഇത്തരത്തിൽ എന്താണ്, അവരുടെ ജീവിത ശൈലിയിലും അവരുടെ ട്രഡീഷണൽ ബിലീഫ്സിലും വാല്യൂസിലും നോംസിലും ഒക്കെ എന്താണ് ഇടപെടാൻ തുടങ്ങുന്നത്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ മറ്റുള്ളവർക്കിടയിൽ ഒരു വളരെയധികം വെറുപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. Okay, the British administrators gradually become arrogant and gulf between them and the people widened. So Britishers എന്ത് ചെയ്തു, പതുക്കെ വളരെയധികം അഹങ്കാരികളായി മാറുകയും ആൾക്കാർക്കും ബ്രിട്ടീഷേഴ്സിനെതിരെയുള്ള അകലം വളരെയധികം വലുതായി വരികയും ചെയ്തു. ഇതായിരുന്നു പൊളിറ്റിക്കൽ കോസ് എന്ന് പറയുന്നത്. Now let's see what were the economic cause. എന്തായിരുന്നു എക്കണോമിക് കോസസ് എന്ന് നോക്കാം. Another important cause of the revolt was the disruption of the traditional Indian economy and its subsidiary to the British economy, subordinatory to the British economy. നോക്കിയേ, എക്കണോമിക് കോസ് എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യം വളരെയധികം സമ്പന്നമായിരുന്നു. നമ്മുടെ ശ്രീപത്മനാഭൻ്റെ സ്വത്തുക്കൾ നോക്കിയാൽ തന്നെ അറിയാം നമ്മളുടെ രാജ്യം എന്തുമാത്രം സമ്പത്തിലായിരുന്നു എന്നല്ലേ. അതൊന്നും അവരന്ന് കാണാത്തതുകൊണ്ട് ഇപ്പോൾ അത് എവിടെയെങ്കിലും ഇരിക്കുന്നു. സോ അത്രയും സമ്പത്തുള്ളൊരു രാജ്യത്തിനെ എന്ത് ചെയ്തു ഇവർ, വളരെയധികം പട്ടിണിയിലാക്കി എന്നുള്ളതാണ്. വല്ലാത്തൊരു കഴിവ് തന്നെ അല്ലേ. അപ്പോൾ നോക്കിയേ, ഈ ഒരു റിവോൾട്ടൊക്കെ കാരണം എന്താ, ഇന്ത്യയുടെ ഒരു ട്രഡീഷണൽ എക്കോണമി തന്നെ ബ്രിട്ടീഷ് എന്ത് ചെയ്തു, പിടിച്ചെടുത്തിട്ട് അവരുടെ അണ്ടറിലാക്കാൻ ശ്രമിച്ചു. The British had came to trade with India but soon decided to exploit and impoverish the country. So ബ്രിട്ടീഷേഴ്സിൻ്റെ മെയിൻ ആയിട്ട് ഇവിടെ വന്ന എന്താണ്, അവർ ട്രേഡിന് വന്നവരാണ്, അതായത് കച്ചവടം ചെയ്യാൻ വന്നവരാണ്. പക്ഷേ ഇവിടെ കൊള്ളാം എന്ന് തോന്നിയപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ കോളനിയാക്കി ഇവിടെ ഭരിക്കാൻ അവർ സ്റ്റാർട്ട് ചെയ്തു. They tried to take away as much as wealth and raw materials from here as they could. ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന മാക്സിമം റിസോഴ്സസ്, സ്വത്തുക്കളായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അവരെല്ലാം തന്നെ എന്താ അവരുടെ രാജ്യത്തേക്ക് കടത്തി. The Britishers kept high posts and salaries for themselves.
ബ്രിട്ടീഷേഴ്സ് എന്താണ് അവർക്ക് ഇവിടെ വളരെയധികം ഉയർന്ന പദവിയും സാലറിയും കൊടുക്കാൻ തുടങ്ങി. ദേ യൂസ്ഡ് പൊളിറ്റിക്കൽ കൺട്രോൾ ടു ഇൻക്രീസ് ദെയർ ട്രേഡ് ആസ് വെൽ ആസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഫോറിൻ ഗുഡ്സ്. അവരെന്ത് ചെയ്തു? അവരുടെ പൊളിറ്റിക്കൽ കൺട്രോൾ ഇവിടെ എന്തിനു ഉപയോഗിച്ചു? അവരുടെ ട്രേഡ് ഇൻക്രീസ് ചെയ്യുന്നതിനും എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. All means were used to drain India of her wealth. ഇതെല്ലാം എന്താ ചെയ്തത്? ഇന്ത്യയെ അവളുടെ സമ്പത്ത് മുഴുവൻ നശിപ്പിക്കുന്നതിന്, ഒഴുകി പോകുന്നതിന് കാരണമായിട്ട് മാറി. ഇന്ത്യൻ എക്കോണമി നൗ സഫേർഡ് അണ്ടർ ദ ബ്രിട്ടീഷ് പോളിസി. ഇന്ത്യൻ എക്കോണമി ഇപ്പൊ എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷേഴ്സിന്റെ അണ്ടറിൽ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിൻസ് ദേ വർക്ക്ഡ് അഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ്. അപ്പൊ എന്താ സംഭവിച്ചത്? ഇന്ത്യൻ ട്രേഡും ഇൻഡസ്ട്രിയൊക്കെ എന്ത് ചെയ്തു? ബ്രിട്ടീഷേഴ്സിൻ്റെ അക്കോർഡിംഗ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം ഈ പറഞ്ഞ ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള കൈത്തറി, അതുപോലെ ഇന്ത്യയുടെ പരമ്പരാഗതപരമായിട്ടുള്ള ട്രേഡ്, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ എന്താ നശിച്ചു പോവാൻ തുടങ്ങി. ദ ക്രാഫ്റ്റ്സ്മെൻ ഹു റിസീവ്ഡ് റോയൽ പാട്രണേജ് വെയർ ഇംപ്രൊവിസ്ഡ് വെൻ ദ സ്റ്റേറ്റ്സ് വെയർ അനെക്സ്ഡ്. സോ ഈ കേട്ടിട്ടില്ലേ, രാജാവിൻ്റെ കയ്യിൽ നിന്ന് പട്ടം ലഭിക്കുക എന്നൊക്കെ പറയില്ലേ? സോ അത്തരത്തിൽ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വരെ അംഗീകാരം ലഭിച്ചിട്ടുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവരും മറ്റ് കൈത്തൊഴിലുകൾ ചെയ്യുന്നവർക്കൊക്കെ എന്ത് ചെയ്തു? അവർക്കൊക്കെ ഒരു വിലയില്ലാതായി ബ്രിട്ടീഷേഴ്സ് ആ രാജ്യങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ. ദേ കുഡ് നോട്ട് കംപ്ലീറ്റ് ദ ബ്രിട്ടീഷ് ഫാക്ടറി മെയ്ഡ് പ്രോഡക്ട്സ് വിത്ത് ദ മെഷീൻസ് വെയർ യൂസ്ഡ്. അപ്പോൾ എന്താണ്, ഇവർക്ക് ബ്രിട്ടീഷേഴ്സ് മിഷനിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുമായിട്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ എത്ര കഴിവുണ്ടെങ്കിലും അതുമായിട്ട് അവർക്ക് കടപിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. It made India not an excellent consumer of British good, into an excellent consumer of British good and a rich supplier of raw materials for the industries in England. സോ ഇത് എന്തായി മാറി? അവസാനം ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർക്കറ്റുമായിട്ട് മാറി. അതുപോലെ അവർക്ക് ഇവിടെ നിന്ന് റോ മെറ്റീരിയൽസ് ആവശ്യത്തിന് കിട്ടാനും തുടങ്ങി. The British sold cheap machine-made clothes in India, which destroyed the Indian cottage industry. So, ഇന്ത്യയുടെ കൈത്തറി വസ്ത്രശാലകളെയൊക്കെ നശിപ്പിക്കുന്നത് എന്തായിരുന്നു? ബ്രിട്ടീഷേഴ്സ് അവർ വളരെയധികം തുച്ഛമായ വിലയ്ക്ക് അവരുടെ മിഷൻ മെയ്ഡ് ക്ലോത്ത്സ് ഇവിടെ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴാണ്. ബ്രിട്ടീഷ് ഓൾസോ സെൻഡ് റോ മെറ്റീരിയൽസ് ടു ദ ഇംഗ്ലണ്ട് ഫോർ ദ ഫാക്ടറീസ് ദെയർ. ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ഓൾസോ ലെഫ്റ്റ് മില്യൺസ് ഓഫ് ക്രാഫ്റ്റ്സ്മെൻ അൺഎംപ്ലോയിഡ്. അത് കാരണം ഇന്ത്യയിലെ ഒരുപാട് ക്രാഫ്റ്റ്സ്മെൻസ് എന്ത് ചെയ്തു? ജോലിയില്ല, തൊഴിൽ രഹിതരായി. അതുപോലെ തന്നെ ബ്രിട്ടീഷേഴ്സ് ഇവിടുന്ന് റോ മെറ്റീരിയൽസ് ഇംഗ്ലണ്ടിലെ ഫാക്ടറിയിലേക്ക് കയറ്റി അയക്കാനും തുടങ്ങി. ദിസ് ലെഫ്റ്റ് ലിറ്റിൽ ഫോർ ദ ഇന്ത്യൻ വീവേഴ്സ്. ഇതെന്ത് ചെയ്തു? ഇന്ത്യൻ വീവേഴ്സിന് സാധനങ്ങളും കിട്ടാതായി, അവർക്ക് ട്രേഡും നടക്കാതായി അല്ലേ. ദ ബ്രിട്ടീഷേഴ്സ് ഓൾസോ ഇമ്പോസ്ഡ് ഹെവി ഡ്യൂട്ടീസ് ഓൺ ഇന്ത്യൻ മെയ്ഡ് ഗുഡ്സ്. അത് കൊള്ളാം അല്ലേ, ഇന്ത്യയിൽ തന്നെ ജീവിച്ചിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഹെവി ടാക്സ് ഇമ്പോസ് ചെയ്തു. നൗ ദേ കുഡ് റീപ് ഹ്യൂജ് പ്രോഫിറ്റ് ആസ് ദേ വാസ് നോ കോമ്പറ്റീറ്റേഴ്സ് ഫോർ ദെയർ ഗുഡ്സ്. ഇപ്പം എന്താണ്, അവർക്ക് വളരെയധികം ലാഭം കിട്ടുന്നുണ്ട്. കാര്യം അവരുടെ ഗുഡ്സിന് പ്രത്യേകിച്ച് കോമ്പറ്റീറ്റേഴ്സ് ഒന്നുമില്ല. Thus the British drained India of her wealth and her natural resource. അത്തരത്തിൽ എന്ത് ചെയ്തു? ഇന്ത്യയുടെ സമ്പത്തും അവരുടെ നാച്ചുറൽ റിസോഴ്സസും എല്ലാം തന്നെ എന്താ ബ്രിട്ടീഷേഴ്സ് മൊത്തത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തു. What